ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, 2000 ആണ്ടിൽ കത്തോലിക്ക സഭ മഹാജൂബിലിയിലേക്ക് പ്രവേശിച്ചപ്പോൾ റോമൻ കൂരിയായെ ധ്യാനിപ്പിക്കാനായി മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് വിയറ്റ്നാമിലെ മെത്രാനായ വാൻ ത്വാനെയാണ്. മാർപ്പാപ്പയെ ധ്യാനിപ്പിക്കാനായി റോമായിലെത്തിയ മെത്രാനോട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചോദിച്ചു, അങ്ങ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്? എന്താണ് താങ്കളുടെ ധ്യാനത്തിന്റെ പ്രമേയം? പരിശുദ്ധ പിതാവേ, ഞാൻ അങ്ങയോട് പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കാം. കാരണം എന്റെ മെത്രാൻ ശുശ്രൂഷയുടെ 13 വർഷങ്ങൾ ഞാൻ തടവറയിലായിരുന്നു. ഇപ്രകാരം ലോകത്തിൽ നിന്നും അകന്നു ജീവിക്കേണ്ടി വന്ന 13 വർഷങ്ങളിൽ എന്റെ കാവൽക്കാരനോട് ഞാൻ കള്ളം പറഞ്ഞു വാങ്ങിച്ച വീഞ്ഞ് അതിൽ ഒരു തുള്ളി എന്റെ ഇടതുകൈയിൽ വീഴിച്ച് അതിൽ 2 തുള്ളി ജലത്തുള്ളികളും ചേർത്ത് എന്റെ കാവൽക്കാരൻ ഉറക്കമാകുമ്പോൾ എല്ലാ രാത്രിയിലും ഞാൻ ദൈവത്തിന് ബലിയർപ്പിക്കുമായിരുന്നു. ആ ബലിയിൽ ഈശോ എന്നോട് സംഗമിക്കുന്നത് ഞാൻ അതിതീവ്രമായിട്ട് അനുഭവിച്ചു. എന്റെ സഹനങ്ങളിൽ ഞാൻ തനിച്ചല്ല, എന്നോടൊപ്പം ക്രിസ്തുവും ചേരുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ പ്രത്യാശയിലാണ് ഞാൻ മുൻപോട്ട് പോയത്. എനിക്ക് സംസാരിക്കാനുള്ളത് പ്രത്യാശയെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്വന്തമായിട്ട് മാറിയവരെ ഏതെല്ലാം സഹനങ്ങൾ തേടി വന്നാലും അവരെല്ലാം അതിനെ അതിജീവിക്കും. അതെല്ലാം പ്രത്യാശയുടെ പൂന്തോട്ടങ്ങളായിട്ട് മാറുമെന്ന് ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 1-ാമത്തെ വായനയിൽ കൊറിന്തോസുകാർക്ക് എഴുതുന്ന 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എന്തൊരു പ്രത്യാശയാണ് പൗലോസ് പ്രകടിപ്പിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ ഞങ്ങൾ അതിൽ അസ്വസ്ഥരാകുന്നില്ല. കാരണം ദൈവത്തിന്റെ കരുത്താൽ നിർമ്മിതമായ ഒരു ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ പ്രത്യാശയിലാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. ആ ഭവനത്തെക്കുറിച്ച് ഏതാനും വിശേഷണങ്ങൾ പൗലോസ് പറയുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം. പൗലോസ് പറയുകയാണ്, ആ ഭവനം കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതാണ്. ആ ഭവനത്തിന്റെ പ്രത്യേകത അത് മനുഷ്യ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതല്ല. 2, അത് ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമാണ്. 3, അത് സ്വർഗീയ ഭവനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലൂടെ തീർത്ഥാടനം ചെയ്യുന്ന ഓരോ വിശ്വാസിയും എന്നും ഹൃദയത്തിൽ കോറിയിടേണ്ട ഒരു തിരുവചനമാണിത്. മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതും സ്വർഗീയവുമായ ഒരു ഭവനം ഞങ്ങൾക്കുണ്ട്. ഇവിടെ നിലനിൽക്കുന്ന പട്ടണങ്ങൾ നമുക്കില്ല. നാം ആരും ഇവിടെ കൂടാരമടിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. മറിച്ച് ഈ തീർത്ഥാടനം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് തിരികെ ചെല്ലാനുള്ളവരാണ്. അതേക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അസ്വസ്ഥരാകുന്നില്ല. ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടി, ആ സ്വർഗീയ ഭവനം പുൽകാൻ വേണ്ടി ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണ്. ഇനി ഇപ്രകാരം ഈ വെമ്പൽ കൊള്ളാൻ മാത്രമുള്ള ഒരു പ്രേരകമായിട്ട് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചകളാലല്ല, മറിച്ച് വിശ്വാസത്താലാണ്. ഈ കാഴ്ചകൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് നയിക്കപ്പെടുന്നവർ ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ പെട്ട് ഉഴലും. പക്ഷെ വിശ്വാസം കൊണ്ട് മുമ്പോട്ട് പോകുന്നവർക്കാണ് ഈ ലോകത്തെ അതിജീവിക്കാനും മറികടക്കാനുമുള്ള കൃപ ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയെ കടന്നു പോകണമെങ്കിൽ, ഒരു വിനോദസഞ്ചാരിയുടെ ഭാവത്തോടെ ഈ ലോകത്തോട് യാത്ര പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്താൽ നയിക്കപ്പെടണം, കാഴ്ചകൾ കൊണ്ട് നയിക്കപ്പെടരുത്. ഇതേ കാര്യം തന്നെയാണ് ഹെബ്രായ ലേഖനം അബ്രാഹത്തെക്കുറിച്ച് പറയുന്നത്. അബ്രാഹം വിശ്വാസികളുടെ പിതാവാണ്. എങ്ങനെയാണ് മൃതപ്രായനായ ഒരു മനുഷ്യൻ, വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയ ഒരു മനുഷ്യൻ ദൈവം പറഞ്ഞ വാക്കുകളെ കേട്ട് ഒരു വലിയ ജനതയുടെ പിതാവാകാൻ വേണ്ടി തന്റെ വന്ധ്യയായ ഭാര്യയെയും കൂട്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ഹെബ്രായ ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. എന്തു മനോഹരമായിട്ടാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അവിടെ അബ്രാഹത്തിന്റെ മനോഭാവത്തെക്കുറിച്ച് ലേഖനകർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. അത് പൗലോസ് പറഞ്ഞ അതേ ആശയത്തോട് സമാനമായ ആശയമാണ്. അതിപ്രകാരമാണ്, ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമർപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. തന്റെ ജീവിതയാത്രയിൽ ഒത്തിരിയേറെ പട്ടണങ്ങളിലൂടെ അബ്രാഹാം കടന്നുപോയി. പല പട്ടണങ്ങളിലും സ്വീകരണങ്ങളും തിരസ്കരണങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായി. ഈ പട്ടണങ്ങളൊന്നും തന്റേതല്ലെന്നുള്ള തിരിച്ചറിവ് അബ്രാഹത്തിനുണ്ടാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമർപ്പിച്ചതുമായ ഒരു പട്ടണത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രതീക്ഷ നമ്മളെ എന്തിലേക്ക് നയിക്കണമെന്നാണ് സുവിശേഷം പറഞ്ഞു തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. ഇപ്രകാരം അഴിയാൻ ഗോതമ്പ് മണിയെ ആരാണ് പ്രേരിപ്പിക്കുന്നത്? നമുക്കറിയാം, ഗോതമ്പ് മണി നമ്മുടെ എല്ലാം പ്രതീകമാണ്, ഓരോ ക്രൈസ്തവന്റെയും പ്രതീകമാണ്. ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണമെങ്കിൽ അതിലേക്ക് ഒരു തുള്ളി ജലം വീഴണം. മാമോദീസ ജലത്തിലേക്ക് അത് വീഴണം. ഇപ്രകാരം മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി തന്നെ പരിപൂർണമായും വിട്ടുകൊടുക്കണം, അഴിയാൻ വിട്ടുകൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ അവൻ 100 മേനി ഫലം ചൂടുന്ന ഒരു ജീവിതമായിട്ട് മാറും. ഇങ്ങനെ വിട്ടുകൊടുക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് ഈ
നിലനിൽക്കുന്ന പട്ടണങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലെന്നും അവനെ കാത്ത് ഒരു സ്വർഗീയ വസതി ദൈവം അവനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയാണ്. വിശ്വാസത്താൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതശൈലിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച് നമുക്ക് ഗാഢമായിട്ട് ചിന്തിക്കാം. ഈ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഹൃദയം എന്തുമാത്രം പ്രത്യാശാഭരിതമാണ്. ഈ ലോകത്തിൻ്റെ കുറവുകളിൽ അസ്വസ്ഥപ്പെടുന്നതിന് പകരം എന്നെ കാത്തിരിക്കുന്ന ദൈവികമായ നഗരത്തെ പ്രതീക്ഷിക്കാൻ, പ്രത്യാശിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രത്യാശ എന്ന ആ വലിയ പുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.